ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബിവോക്ക് MLT ഫോർത്ത് സെമ്മിലെ യൂണിറ്റ് 1 ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഫേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ആഫ്റ്റർ അബ്സോർപ്ഷൻ. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷനിൽ നടക്കുന്നത്. ഇൻ ദ ലിവർ, ഗ്ലൂക്കോസ് അണ്ടർഗോസ് വെറൈറ്റി ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിസിയോളജിക്കൽ നീഡ് ഓഫ് ദ ബോഡി. ലിവറിൽ നമുക്ക് ഗ്ലൂക്കോസ് അണ്ടർഗോസ് വെറൈറ്റി ഓഫ് കെമിക്കൽ ചേഞ്ചസ്, നമ്മുടെ ഗ്ലൂക്കോസിന് പലതരത്തിലുള്ള കെമിക്കൽ ചേഞ്ചസുകൾ വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്കിതുപോലെ തന്നെ ലിവറിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യത്യാസപ്പെട്ടെന്ന് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ബോഡി നീഡ് ഫോർ എനർജി, നമ്മുടെ ശരീരത്തിൽ ധാരാളം എനർജി ആവശ്യമുള്ള സമയമാണെങ്കിൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഓക്സിഡൈസ്ഡ് കംപ്ലീറ്റ്ലി ടു കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി ബൈ ഗ്ലൈക്കോളിസിസ് ആൻഡ് സിട്രിക് ആസിഡ് സൈക്കിൾ. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എനർജി വേണ്ട സമയമാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് H2O ആയിട്ട് മാറുന്നു. എനർജി എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൈക്കോളിസിസ് അതുപോലെ തന്നെ സിട്രിക് ആസിഡ് സൈക്കിൾ വഴി നമുക്ക് കിട്ടുന്നു. ഇനി എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മുടെ ലിവറിൽ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിൽ ഡെപ്പോസിറ്റഡ് ആവുന്നു. മസിൽ ടിഷ്യൂസിലും ഇതുപോലെ തന്നെ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഡെപ്പോസിറ്റഡ് ആവുന്നത്. ആ ഒരു പ്രവർത്തനത്തിനെയാണ് ഗ്ലൈക്കോജനസിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ബ്ലഡ് ലെവല്. നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ബ്ലഡ് ലെവല് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലിവർ ഗ്ലൈക്കോജൻ റീകൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് എൻ്റർ ബ്ലഡ് ബൈ ഗ്ലൈക്കോജെനോലൈസിസ്. അതായത് നമ്മുടെ ബ്ലഡിലധികം ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഇല്ലെങ്കിൽ ഈ ലിവറിലുള്ള ഗ്ലൈക്കോജൻ എന്താണ്? ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൂക്കോജെനോലൈസിസ് എന്ന് പറയുന്നത്. ഇനി എക്സസ് ഗ്ലൂക്കോസ് ആഫ്റ്റർ കൺവേർഷൻ ടു ഗ്ലൈക്കോജൻ കൺവേർട്ട് ടു ഫാറ്റി ആസിഡ് സ്റ്റോർഡ് ഇൻ അഡിപ്പോസ് ടിഷ്യൂ ആസ് ട്രൈഗ്ലിസറൈഡ്. അതായത് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് നമുക്ക് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ രൂപത്തിന് ശേഷം പിന്നീട് അത് ഫാറ്റി ആസിഡുകളും ആയി മാറി അത് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യുകയാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ രൂപത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലിപ്പോജനസിസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്മോൾ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ് ഫോർ സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. വളരെ ചെറിയ എമൗണ്ട് ഗ്ലൂക്കോസ് മാത്രം നമുക്ക് നമ്മുടെ റൈബോസ് അതുപോലെ തന്നെ ഡിയോക്സി റൈബോസ് ഷുഗേഴ്സ് ആയിട്ട് മാറി നമ്മുടെ ന്യൂക്ലിക് ആസിഡ് സിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മസിൽ കൺട്രാക്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഓൺലി പാർഷ്യൽ ഡീഗ്രഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് മേ ടേക്ക് പ്ലേസ് റിസൾട്ടിങ് ഇൻ ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഡിസ്പോസ് ഓഫ് ബൈ ദ ലിവർ. മസിൽ കൺട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെ വളരെ ചെറിയ എമൗണ്ട് ലാക്റ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനൊക്കെ നമുക്കവിടെ ഉണ്ടാവുന്നു. നെക്സ്റ്റ് പറയുന്നത് മേജർ പാത്വേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിൽ വരുന്ന നമ്മുടെ മേജർ ആയിട്ടുള്ള കുറച്ച് പാത്വേസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് പറയുന്നത് ഗ്ലൈക്കോളിസിസ്. നമുക്കതിനെ പറയുന്ന മറ്റൊരു പേര് എംബഡഡ് മേയർഹോഫ് പാത്വേ എന്നാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്തിട്ട് പൈറുവേറ്റും അതുപോലെ തന്നെ ലാക്റ്റേറ്റ് ആയിട്ട് മാറുന്ന പ്രവർത്തനമാണ്. 2 സിട്രിക് ആസിഡ് സൈക്കിളാണ്. ക്രെബ്സ് സൈക്കിൾ ഓർ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് നമുക്ക് ഈ ഒരു പാത്വേനെ പറയാം. ഇവിടെ നടക്കുന്നത് നമ്മുടെ അസറ്റൈൽ കോയേനെ ഓക്സിഡേഷൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്വേ ഫോർ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് ഓർ അമിനോ ആസിഡ്സ് തറർലി ത്രൂ അസറ്റൈൽ കോയെ. ഫാറ്റ്സ് അതുപോലെ തന്നെ അമിനോ ആസിഡുകളും നമുക്ക് ഈ ഒരു അസറ്റൈൽ കോയയുടെ പ്രവർത്തനം വഴി ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഗ്ലൂക്കോനിയോജനസിസ് ആണ്. അതായത് നമുക്ക് ഗ്ലൂക്കോസിനെ നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. നമുക്കിപ്പം നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്, ഗ്ലിസറോളൊക്കെ നമുക്ക് അതിനുള്ളിൽ പെടും. നെക്സ്റ്റ് പറയുന്നത് ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. അടുത്തത് ഗ്ലൈക്കോജെനോലൈസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസായിട്ട് മാറുന്ന പ്രവർത്തനമാണ്. നെക്സ്റ്റ് ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷണ്ട്. നമുക്കതിനെ പറയുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ഓർ ഡയറക്റ്റ് ഓക്സിഡേറ്റീവ് പാത്വേ എന്ന് പറയും. ഈ ഒരു പാത്വേയിൽ
ഗ്ലൈക്കോളിസിസ് ആൻഡ് TCA സൈക്കിൾ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അതായത് നമുക്ക് ഗ്ലൈക്കോളിസിസ് അതുപോലെ തന്നെ TCA സൈക്കിൾ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നൽകുന്നൊരു പ്രവർത്തനമാണിത്. ഇനി യൂറോണിക് ആസിഡ് പാത്വേ. യൂറോണിക് ആസിഡ് പാത്വേ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്രോണിക് ആസിഡ്. ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്രോണിക് ആസിഡ് ആയിട്ട് മാറും. ആസിഡ് പെൻഡോസസ് അതുപോലെ പെൻഡോസസ് ആയിട്ട് മാറുന്നു. ആൻഡ് ഇൻ സം എനിമൽസ് ടു അബ്സോർബ് ആസിഡ് ദിസ് പാത്വേ ഈസ് ഓൾസോ എൻ ഓൾട്ടർനേറ്റീവ് ഓക്സിഡേറ്റീവ് പാത്വേ ഫോർ ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ഗാലക്ടോസ് മെറ്റാബോളിസം ആണ്. ഈ പാത്വേയിൽ കൺസേൺഡ് വിത്ത് ദ കൺവേർഷൻ ഓഫ് ഗാലക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ദ സിന്തസിസ് ഓഫ് ലാക്ടോസ്. അതായത് കൺവേർഷൻ ഓഫ് ഗാലക്ടോസ് ടു ഗ്ലൂക്കോസ്. ഗാലക്ടോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് മാറുകയാണ്. ആൻഡ് ദ സിന്തസിസ് ഓഫ് ലാക്ടോസ്. അതുവഴി നമുക്ക് ലാക്ടോസിൻ്റെ സിന്തസിസ് നടക്കുന്നു. നെക്സ്റ്റ് ഫ്രക്ടോസ് മെറ്റാബോളിസം. ഫ്രക്ടോസ് മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് ഫ്രക്ടോസ് ടു പൈറുവേറ്റ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗ്ലൂക്കോസ് ആൻഡ് ഗ്ലൂക്കോസ് മെറ്റാബോളിസം. ഫ്രക്ടോസിൽ ഓക്സിഡേഷൻ നടക്കുന്നൊരു പ്രവർത്തനമാണ് ടു പൈറുവേറ്റ്. അതിൽ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞിട്ട് പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് അമിനോ ഷുഗർ ആൻഡ് mucopolysaccharide metabolism. The synthesis of amino sugars and other sugars for the formation of mucopolysaccharide and glycoproteins. അമിനോ ഷുഗേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള ഷുഗേഴ്സിൻ്റെയൊക്കെ ഫോമേഷൻ നടക്കുന്നൊരു പ്രവർത്തനമാണ് അമിനോ ഷുഗർ ആൻഡ് മ്യൂക്കോപോളിസാക്കറൈഡ് മെറ്റാബോളിസം എന്ന് പറയുന്നത്.